അതായത് നമ്മൾക്ക് ഇപ്പോൾ ഒരു നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല എന്ന് വിചാരിച്ചോ, കല്യാണം കഴിച്ചൊരു 31 വർഷമായി മക്കളില്ല. അപ്പോൾ അങ്ങനെ കണ്ടാൽ അറിയാൻ നമുക്ക് 55-56 വയസ്സുണ്ടെന്ന് തോന്നും. അങ്ങയുടെ ചേടത്തിക്കും ഉണ്ട് ഏതാണ്ട് 53 വയസ്സ്. അപ്പോൾ എനിക്ക് അവർ മക്കളില്ല എന്നും പറഞ്ഞ് എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിലവിളിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ദൈവമേ, അമ്മ എന്തുമാത്രം മനുഷ്യർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണേ. ഇവർക്കിത് ചെയ്താൽ നല്ലതാവും. എന്താ കാര്യം? എന്നിട്ട് ഞാൻ ഓർക്കണത്, ഈ മനുഷ്യനെ ഒരു കൊച്ചു ജനിച്ച് അതിന് 10 വയസ്സാകുമ്പോൾ തന്നെ ഇവർക്ക് 56 വയസ്സ് 65 വയസ്സെങ്കിലും ആവും. 15 വയസ്സാകുമ്പോൾ അതിന് 70 വയസ്സാവും വലിയപ്പന്. എന്നാൽ ഈ അങ്ങനെ ഒരു കാര്യങ്ങളിൽ പോലും മാതാവിൻ്റെ അടുത്ത് വന്ന് കരയാമെന്ന് തോന്നിയപ്പോൾ ഈ കൃപാസന അമ്മയെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ഒരു ധാരണ കണ്ടില്ലേ? ആ ധാരണ എങ്ങനെ ഉണ്ടായതാണത്? ആൾക്കാരുടെ ഞാൻ പറഞ്ഞുണ്ടാക്കിയ ധാരണയാണത്? അല്ല, ഒരിക്കലും അല്ല. അത് ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്ന് ആൾക്കാർക്ക്, അതായത് 55-ാമത്തെ വയസ്സിലും കൃപാസന അമ്മയെടുത്ത് വന്ന എനിക്കൊരു കുഞ്ഞ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ദൈവം അത് ചെയ്തു തരുമെന്ന്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. ഞാൻ അവർക്ക് വേണ്ടി തണുക്ക പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കാര്യം ഈ ദിവസങ്ങൾ വന്ന സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തും പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നിപ്പോണ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് നമുക്ക് തരണത്. കാര്യം ഈ സുരേഷിൻ്റെ സാക്ഷ്യമില്ലേ? സുരേഷ് എന്താ ചെയ്തിരിക്കുന്നത്? സുരേഷിന് കാല് അസ്ഥി വളരുകയോ ഉപ്പുറ്റി പൊങ്ങുകയോ ഒക്കെ ചെയ്ത് 2 ഓപ്പറേഷൻ കഴിഞ്ഞ് 3ാമത്തെ ഓപ്പറേഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ഡോക്ടർ ടോർച്ചടിച്ച് നോക്കി, അത് പഴുപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ മെഡിക്കൽ നിരീക്ഷണത്തിലായിരിക്കണം, അതേ കാല് മുറിക്കേണ്ടി വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പം സുരേഷ് പറയണ ഒരു കാര്യമുണ്ട്. എന്താ പറയണത്? ഞാൻ കാലിനൊന്നും മുറിക്കണില്ല, ഇനി ഒരു ഡോക്ടറിനും കാണുന്നില്ല. എന്താണ്? ഞാൻ എൻ്റെ അമ്മയെടുത്ത് പോകണമെന്ന്. കണ്ടിട്ടില്ല ആ മനുഷ്യരമ്മനെ, കണ്ടിട്ടില്ല. കൃപാസനമൊന്നും കേട്ടിട്ടുള്ള 10 രൂപ കിട്ടിയിട്ടുള്ള പത്രം 3 ദിവസം ഇരുന്ന് വായിക്കുന്നുണ്ട് പുള്ളി. ഈ ഒരു പത്രം കിട്ടിയിട്ട് അത് തിരിച്ചും മറിച്ചും 3 ദിവസം ഇരുന്ന് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ദൈവം അദ്ദേഹത്തിന് തോണ്ടി വന്ന്. അതുകൊണ്ടാണല്ലോ ആ വിശ്വാസം കയറിയത്. അപ്പോൾ വിശ്വാസം കയറിയപ്പോൾ അദ്ദേഹം പറയണത്, ഞാനിനി അമ്മയെടുത്ത് പോയിട്ട് കാല് കാണിക്കട്ടെ എന്നാണ് പറയണത്. അപ്പോൾ കാല് കാണിക്കണമെന്ന് അത് അത്ര ഇങ്ങനെ എത്രയോ പത്തനംതിട്ട എവിടെയുള്ള മനുഷ്യൻ ഇവിടെ വരാൻ പറ്റിയ ഒരു കണ്ടീഷനല്ല. കാല് ഓട്ടോ ഡ്രൈവറായതോ ആണ്. അപ്പോൾ കാല് കൊണ്ടുള്ള പരിപാടിയാണ് ഉള്ളത്. ഈ കാലാണെങ്കിൽ തൊട്ട ജീവൻ പോണ കാലുമാണ്. അത് വെച്ചുകൊണ്ട് ഇവിടം വരെ ഓടിക്കാനും പറ്റണില്ല. എങ്കിലും വൈഫായിട്ട് പോന്നിരിക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സ് തളർന്ന് ഇടയ്ക്ക് വെച്ച് വീണ് പോയി. പിന്നെ പറഞ്ഞ്, അമ്മേ, എന്നെ അമ്മ തന്നെ അകത്ത് അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു. അതാണ് വിഷയം. പഴുത്ത കാലുമായിട്ട് ഓട്ടം ഓടിക്കാൻ പറ്റാത്ത പ്രാണം പോണ വേദനയുമായിട്ട് വഴി വീണ് കിടക്കുകയാണ് ആൾ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ റെസ്റ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ അമ്മേ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എന്നെ അമ്മ ഈ കാല് സുഖപ്പെടുത്തുമെങ്കിൽ അമ്മ തന്നെ എന്നെ കൊണ്ട് എത്തിക്കണമെന്ന് പറഞ്ഞ അവിടെ. ഈ മനുഷ്യന്മാർ പറയണ വാക്കുകളെ ചങ്കെക്കൊണ്ടാണ് പറയണത്. അത് ആത്മാർത്ഥമാണെങ്കിൽ ദൈവം അതുപോലെ തന്നെ എടുക്കും. ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ച് ഒക്കട്ടെ, കിട്ടിയ ഊട്ടിയതൊക്കെ പറഞ്ഞ് പറയുന്നത് അവന്മാരാണ് വന്ന് പാഴ്സൽ പണി മേടിക്കുന്നത്. അല്ലാത്ത ആത്മാർത്ഥമായിട്ടാണ് ദൈവത്തെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിൽ ഹിറ്റാവും. അത് എന്താ സംഭവിച്ചിരിക്കണത്? സെക്കൻഡ് അയാൾ പറഞ്ഞു, ഞാനൊന്ന് മയങ്ങി അങ്ങോട്ട് കയറി ബ്രേക്കെ പിടിച്ച് പിന്നെ ഞാൻ ഇവിടെ വന്നത് ഓർക്കുന്നുണ്ടെന്ന്. അമ്മ എന്നെ പറത്തിക്കൊണ്ടുപോകുന്ന പോലെ ഞാൻ വന്നു. എൻ്റെ വൈഫ് എന്നെ വിളിച്ച്, വൈഫിൻ്റെ തോളയിൽ ഞാൻ ഈ പ്രാണം പോകുന്ന വേദന ഉണ്ടെങ്കിലും വൈഫിൻ്റെ തോളെ കൈയിട്ട് ഞാൻ ഒറ്റക്കാലായിട്ട് കൊന്തി വരികയാണ്.
അപ്പം ചീട്ട് കിട്ടാൻ ഒരു മാർഗവുമില്ല. കാര്യം ഇവിടെ രേഖകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം ചീട്ട് കിട്ടാനുള്ള മാർഗമില്ലാതെ ഉടമ്പടി എടുത്തിട്ട് അവിടെ നിൽക്കുന്ന ആൾ. അപ്പോൾ ഒരമ്മ വന്നിട്ടും പറഞ്ഞ് ഇയാൾക്ക് ചീട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പം തന്നെ മാനേജർ എഴുതി കൊടുത്ത്. അതാരാണെന്ന് ഇപ്പോഴും അറിയത്തില്ല അയാൾക്ക്. അതാണ് രസം. ഈ അമ്മയെ പിന്നീട് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് മാതാവിൻ്റെ രീതിയിലാണ് കണ്ടിരിക്കുന്നത്. ഭയങ്കര രസമായി ഈ സഞ്ചാരി മാതാവിൻ്റെ വിഷയങ്ങൾ. അതായത് ഇതിന് ശേഷം ഈ മനുഷ്യൻ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഇയാളുടെ കയ്യിലുള്ള പേപ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുതി കൊടുത്ത പേപ്പർ ഞാൻ മാതാവിന് കൊടുത്തിട്ട് ഇയാളുടെ കാലയിൽ താഴെ ഇരുന്ന് കാലാഭരണത്തിൽ കൈവച്ച് കുറേ നേരം ഇരുന്ന് വിശ്വാസപ്രമാണം ചെല്ലും. അപ്പം അത് എന്തുകൊണ്ടാണ് വിഷയം എന്ന് പറയണത്, ഈ ദൈവം ഏറ്റെടുത്ത കേസാണെങ്കിൽ ഗ്രീൻ ചാനലിൽ പോരും. അത് എന്ത് വിഷയമാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് അയാളെ കണ്ടു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ സുഖപ്പെടത്തില്ലെന്ന് ആർക്കും മനസ്സിലാവും. പക്ഷെ എൻ്റെ മനസ്സ് പറയട്ടെ, അമ്മ ഇയാളെ സുഖപ്പെടുത്തുമെന്ന്. അതാണ് വിഷയം. ആ വിഷയമാറ്റം അതാണ്. നമ്മളെ നേരിട്ട് കണ്ട അയാളെ സുഖപ്പെടത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അമ്മ ഒരു ബോധ്യം നിന്നിരിക്കുകയാണ്, ആ കേസ് ഞാൻ ഏറ്റെടുത്തുള്ള കേസാണ്, അത് നീ ഞാൻ തൊട്ടാൽ മതി, നീ വലിയ അഭ്യാസമൊന്നും കാണിക്കണ്ട, വലിയ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കണ്ട, ജസ്റ്റ് തൊട്ടാൽ മതി, ആ വിഷയം ടേക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുക മനുഷ്യനെ വിട്ട് വീട്ടിൽ ചെന്നപ്പോഴുണ്ട് ഈ സാധനം കരിഞ്ഞിരിക്കണം. അപ്പം അയാൾ അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, അന്ന് അയാളൊരു സ്വപ്നം കണ്ടേ രാത്രി. ജോസഫച്ചൻ തൊട്ട കാര്യമല്ല ഇത്. അന്ന് അമ്മ തന്നെ വന്നിട്ട് അയാളുടെ കാര്യത്തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് രസം. അമ്മ തന്നെ വന്നിട്ട് കാര്യത്തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ സാധനം കരിഞ്ഞത്. ഇപ്പം ഞാൻ ഓർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളൊന്ന് സത്യസന്ധമായി ദൈവതിരുസന്നിധി, എൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും ശാസിച്ച് സംസാരിക്കണില്ലേ നിങ്ങളോട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ആലപ്പുഴ നടന്ന് കാല് തേയേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ മര്യാദക്കൊന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം, ദൈവത്തിന് വേണ്ടി ചെയ്യണം. അല്ലാതെ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടി തൽക്കാലത്തേക്ക് കുറുക്കം പണ്ട് നീലച്ചായത്തിൽ വീണ പോലെ ചാഞ്ഞ് വീണിട്ട് കാര്യമില്ല. മഴ പെയ്യുമ്പോൾ കളർ പോകത്തില്ല, ദൈവത്തിന് ഗ്യാരണ്ടി കൊടുക്കണം. ഇവിടുത്തെ മെയിൻസ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചൂടാണത്. പല ആൾക്കാരും ഉടമ്പടിക്കുന്ന കുറുക്കൻ നീലച്ചായത് വീട്ടിൽ ശ്രീകൃഷ്ണനായി പോയ പോലുള്ള സംഭവമാണ്. കുറച്ച് നാളത്തേക്ക് ഉപവാസവും, കുറച്ച് നാളത്തേക്ക് അതുപോലെ തന്നെ ദാനധർമ്മവും, കുറച്ച് നാളത്തേക്ക് മിണ്ടടക്കം പാലിക്കലും സമാധാന കാംക്ഷികളുമായിട്ടൊക്കെ നടക്കും. അത് നീലച്ചായത്ത് വീണതാ. മഴ പെയ്യുമ്പോൾ ചായ പോകും. നമുക്ക് ദൈവത്തോട് കാണിക്കേണ്ടത്, ദൈവമേ ഏത് മഴ പെയ്താലും ഉടമ്പടിക്കാലം കഴിഞ്ഞാലും എൻ്റെ കളർ പോകത്തില്ല, ഗ്യാരണ്ടിയാണെന്ന് പറയണം. ദൈവത്തിനൊരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ എൻ്റെ മക്കളെ, ഇന്ന് സഞ്ചാരി മാതാവ് നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ ഈശോയുടെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഈ വചനത്തിൽ വിശ്വസിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ പേര് റിബി ടിനോ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഇടവക സെൻറ്റ് തോമസ് മർത്തോമ ചർച്ചാണ്. എൻ്റെ പപ്പയാണത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ സ്റ്റാഫ് നഴ്സായി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്കൊരു പത്രം കിട്ടുകയും അതിനോടനുബന്ധിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ 2019 ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ആ സമയത്ത് ഉടമ്പടി എടുത്തെങ്കിലും കോവിഡ് കാരണം പിന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്കായി സൗദി അറേബ്യയിലേക്ക് പോവുകയും
2022 അവിടെ വെച്ച് സൗദി ലൈസൻസിന് വേണ്ടി ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം പാസ്സായാൽ മാത്രമേ നമുക്കവിടെ നിൽക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളെ അവർ നാട്ടിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എൻ്റെ ഒരു മെറിറ്റിൽ ഞാൻ വിശ്വസിച്ച് എഴുതി. അത് ഞാൻ പാസ്സായില്ല. എൻ്റെ കഴിവിൽ വിശ്വസിച്ച് ഞാൻ ആ എക്സാം പാസ്സാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് പാസ്സായില്ല. പിന്നെ എനിക്കത് പാസ്സാവാതിരുന്നപ്പോൾ ഒത്തിരിയേറെ ഭയപ്പെട്ടു. കാരണം ഇനി ഒരു അറ്റംപ്റ്റും കൂടിയും പാസ്സായില്ലെങ്കിൽ തിരിച്ച് നാട്ടിയിട്ട് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്ത എന്നെ അലട്ടി. ഞാൻ ആ സമയത്ത് ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. നന്നായി പഠിക്കുവാനുള്ള കൃപ ഉണ്ടാകുവാനും, അതുപോലെ തന്നെ എൻ്റെ കഴിവിലല്ല ഈശോയെ നിൻ്റെ കഴിവിലാൽ മാത്രമാണ് ഇനി ഞാൻ ജയിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ബലപ്പെടുത്തി എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ പാപങ്ങൾ ഓരോന്നും ഞാൻ എണ്ണി ഓർത്ത് പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധ കുർബാനയെ ഡെയിലി ഓൺലൈനിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരേക്കാൾ അധികമായി 602 മാർക്ക് നൽകി മാതാവ് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റി. ആ സമയത്ത് അമ്മ എനിക്കൊരു ദർശനം തന്നിരുന്നു, ഒരു 6 എന്നുള്ള സംഖ്യ. ആ സംഖ്യ എനിക്ക് കിട്ടിയപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് കാനായിലെ കല്യാണ വിരുന്നിലെ 6 കൽഭരണികളാണ്. ആ കൽഭരണികളിൽ ഞാൻ വിശ്വസിച്ചു. ആ വെള്ളം നിറഞ്ഞതുപോലെ തന്നെ അമ്മ എൻ്റെ ജീവിതത്തിലും ഒരു വിജയം നൽകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ഒരു സാക്ഷ്യം, എൻ്റെ 2 വർഷത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വേറൊരു ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. 15 ദിവസം കൊണ്ട് റിട്ടേൺ കയറാമെന്ന് പറയുകയും അങ്ങനെ ഞാൻ എക്സിറ്റ് അടിച്ച് വരികയും ചെയ്തു. പക്ഷേ 15 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഹോസ്പിറ്റലിൽ നിന്നുള്ള വിസ റിജക്റ്റ് ആവുകയും പിന്നീട് എനിക്കൊരു 4 മാസത്തോളം ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി വീണ്ടും ട്രൈ ചെയ്തു. പക്ഷെ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ സ്വദേശിവൽക്കരണം കാരണം സൗദികളെ മാത്രമേ അവർ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചു. കാരണം 15 ദിവസം കൊണ്ട് റിട്ടേൺ പോകാമെന്ന് പറഞ്ഞിട്ട് 4-5 മാസമായിട്ടും ഞാൻ പോയില്ല. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനം കൂടുകയൊക്കെ ചെയ്തു. ഞങ്ങളുടെ ചർച്ചിൽ സൺഡേ മാത്രമേ ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാനയുള്ളൂ. ആ സമയത്തൊക്കെ ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ ആളുകളെല്ലാവരും ചോദിക്കും, എന്തേ ഒന്നും ആയില്ലേ, നല്ലൊരു ജോലി കളഞ്ഞു വന്നു എന്ന ഒത്തിരിയേറെ കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പരിശുദ്ധ അമ്മയോട് ഈശോയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെ ഞാൻ തളരുമ്പോഴൊക്കെ അമ്മ വചനം നൽകി എന്നെ അനുഗ്രഹിച്ചു. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. ഈ വചനത്തിലൊക്കെ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരു മിനിസ്ട്രിയുടെ കീഴിലുള്ള ഒരു ഹെൽത്ത് സെൻ്ററിലേക്ക് നഴ്സായിട്ട് ജോബ് ഓഫർ ലെറ്റർ കിട്ടി. ആ സമയത്ത് GNM ഒരിക്കലും എടുക്കില്ലായിരുന്നു. BSc-കാരെ മാത്രം ആവശ്യമുള്ള ഒരു സമയത്താണ് GNM-ൻ്റെ എമർജൻസി റിക്രൂട്ട്മെൻറ്റ് വന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേരിൽ ഒരാളായി ഞാൻ തിരഞ്ഞെടുത്തു. റിട്ടേൺ ഞാൻ 1 വർഷത്തിന് ശേഷം സൗദിയിലേക്ക് കയറിപ്പോവുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. ഞാൻ 1 വർഷക്കാലം ഒത്തിരി വേദന അനുഭവിച്ചു. വീട്ടിലിരുന്നുവെങ്കിലും കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിച്ചു. ഓരോ ദിവസം ജോലിക്ക് പോകുമ്പോഴും അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജോലി. കാരണം എന്താ വെച്ചാൽ ഡ്യൂട്ടി ടൈം കുറവ്, ഒത്തിരിയേറെ പ്രാർത്ഥിക്കാൻ സമയം, ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളൊക്കെ ഒരു അവസരം ആ ജോലിയിലൂടെ എനിക്ക് ലഭിച്ചു. മൂന്നാമത്തേതായിട്ടൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് അക്കോമഡേഷൻ തരുമായിരുന്നു. കമ്പനി അക്കോമഡേഷനും അതുപോലെ തന്നെ പുറത്തേക്ക് അക്കോമഡേഷൻ അവർ തരുമായിരുന്നു. ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി കൊളിക്കൊക്കെ കൂടി ഒരു വീട് കണ്ടുപിടിക്കുകയും ആ വീടിന് പേയ്മെൻറ്റ് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് അഡ്വാൻസൊക്കെ കൊടുത്ത് മാറാനിരിക്കുമ്പോഴാണ് ഈജിപ്ഷ്യൻസുകാർ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ഒരു വീടെടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അഡ്വാൻസ് പേയ്മെൻറ്റ് ഞങ്ങളിനി തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. അഡ്വാൻസ് പേയ്മെൻറ്റിന് വേണ്ടി സൗദിയായിട്ട് ഒത്തിരിയേറെ സംസാരിച്ചു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സൗദി ഒക്കെ സംസാരിച്ചിട്ടൊന്നും കിട്ടാത്ത അഡ്വാൻസ് പേയ്മെൻറ്റ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിയോഗം വെച്ച് സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. അമ്മേ, ആ 500 രൂപ കിട്ടിയില്ലെങ്കിൽ ഞാൻ 500 രൂപ അവർക്ക് എടുത്തു കൊടുക്കേണ്ടി വരും. അങ്ങനെയൊന്നും ഇടവരുത്തല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഒരു ആളെ ഇടിവ് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പറയുവാൻ വേണ്ടി വന്നു. ഒരു മലയാളി ചേട്ടൻ പറഞ്ഞു, ഞാനിന്ന് ആ സൗദിയെ വിളിച്ച് സംസാരിക്കാമെന്ന്. ആ സൗദിയോട് സംസാരിച്ച് അയാൾ ആ പൈസ ഞങ്ങൾക്ക് റിട്ടേൺ തരികയും ചെയ്തു. അങ്ങനെ വീണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി അമ്മ എന്നെ ഉയർത്തി.
നാലാമത്തേതായി ഞങ്ങൾക്കൊരു ഭവനം, വീണ്ടും ഞങ്ങൾ ഭവനം അന്വേഷിക്കുന്നുണ്ട്. ഇനിയും ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുവാൻ ഞങ്ങൾക്ക് ഒത്തിരിയേറെ ഭയപ്പാടാണ്. കാരണം ഇനി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയെ വീണ്ടും എന്നെ ഉയർത്തണമെങ്കിൽ അമ്മയുടെ ഒരു ഗ്രേ കളറ് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ മുൻപിലേക്ക് വരുന്ന സൗദി ആ വീടിൻ്റെ ഓണറാണ്. ആ വീടിൻ്റെ ഓണർ ഒരു ഗ്രേ കളർ വസ്ത്രം അണിഞ്ഞു വേണം ഞങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുവാനെന്ന് പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സൗദി അവിടെ നിന്ന് ഒരു ഗ്രേ കളർ അബായി ഇട്ടാണ് കടന്നു വന്നത്. അപ്പം തന്നെ ഞങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ആ വീട് കാണണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു കാണണ്ട, ഇത് ഞങ്ങളുടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്ന ഭവനമാണ്. ആ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ആ സൗദി ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരികയും 500 രൂപ അലവൻസ് മാത്രം ഉണ്ടായിരുന്നു ഞങ്ങളേന്ന്. ആകെ 400 രൂപയ്ക്ക് ആ വീട് ഞങ്ങൾക്ക് എടുക്കുവാൻ സാധിച്ചതിന് അമ്മ ഞങ്ങൾക്ക് തന്ന ദാനമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പ്രോട്ടീൻ അലർജി ഉള്ളതുകൊണ്ട് പാലും മുട്ടയൊക്കെ കഴിക്കുമ്പോൾ ലൂസ് മോഷൻ ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ വിശുദ്ധ തൈലം, വിശുദ്ധ ഉപ്പ് ഞാൻ കഴിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി കഴിക്കുകയും ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പപ്പയ്ക്ക് കാലുവേദനയുണ്ടായിട്ടുണ്ട്. കാലുവേദനയൊക്കെ ഉണ്ടായി ഒത്തിരിയേറെ ടെസ്റ്റ് ചെയ്തിട്ടും കാലുവേദന മാറുന്നില്ല. നടക്കാൻ ഒരടി നടക്കുമ്പോഴൊക്കെ കാലുവേദന കൊണ്ട് കാലൊത്തിരിയേറെ വേദനിക്കായിരുന്നു. ആ സമയത്ത് ഞാനൊരു സാക്ഷ്യം കേട്ടിരുന്നു. വിദൂരത്തുള്ളവരാണെങ്കിൽ ആ വിശുദ്ധ തൈലം നമ്മുടെ ദേഹത്ത് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞാൻ എൻ്റെ കാലിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ആ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം പപ്പയെ വിളിച്ചപ്പോൾ പപ്പ പറഞ്ഞു എൻ്റെ കാലിലെ വേദനയൊക്കെ മാറി. അമ്മയുടെ സന്നിധിയിൽ ഞാൻ പപ്പയും കൊണ്ട് സാക്ഷ്യം പറയാൻ വരുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. പപ്പയുടെ കാലുവേദന ഇത്ര നാൾ 6-7 മാസമായി ഇപ്പോൾ കാലുവേദന കംപ്ലീറ്റായിട്ട് മാറിക്കിട്ടിയിരിക്കുന്നു. ദൈവനാമത്തിന് നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞാൻ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വിശുദ്ധ തൈലം എൻ്റെ നെറ്റത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. അന്നത്തെ ദിവസം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ നെറ്റത്ത് തൈലം വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പറയുന്നു, നിൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നീ തൈലം തൊട്ട് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന്. അന്നത്തെ ദിവസം പ്രത്യേകമായി എന്നോട് പറയുന്നത് പോലെ തോന്നി. അന്ന് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി തൈലം എൻ്റെ നെറ്റത്ത് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അന്ന് ഉച്ചയായപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയെ വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് അമ്മയുടെ നീലങ്കി പൊതിഞ്ഞ് സംരക്ഷിച്ച ഒരു വാർത്തയാണ് ഞാൻ കേൾക്കുവാനിടയായത്. വിശുദ്ധ തൈലം ഉപയോഗിച്ച് അമ്മ എന്നെ വരാൻ പോകുന്ന ദുരന്തത്തെ നേരത്തെ കൂട്ടി കാണിച്ചു തരുന്നത് പോലെയാണ് അന്ന് എനിക്കുണ്ടായത്. ഒത്തിരിയേറെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ സൗദിയിൽ ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾ സാക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ പത്രങ്ങൾ, ഞങ്ങൾ പോകുന്ന ചർച്ചകളിലേക്കൊക്കെ കൊടുക്കും. സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പക്ഷേ ആ സാക്ഷ്യങ്ങളൊന്നും അവർ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷേ ചിലവരെ വിളിക്കുമ്പോൾ ഒരു 20% ആളുകളും അത് കേൾക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയുന്നത് പോലെ വിശേഷ വിധിയായി നീ എന്തു ചെയ്യുന്നു എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഈ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുന്നതൊക്കെ കേൾക്കുന്നില്ല ആരും. വിശേഷ വിധിയായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരീനെ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്തത്. അവളോട് പറഞ്ഞു, ഇവിടെ നല്ല വേക്കൻസി ഉണ്ട്, നീ പോന്നോ, നിൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെയും ഇവിടേക്ക് കൊണ്ടുവന്നു. അവളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ കണ്ടിട്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ അവൾ ഇവിടെ വരികയും അവളുടെ എലിജിബിലിറ്റി ക്യാൻസലായി പോവുകയും ചെയ്തു. ആ സമയത്ത് അവൾ എന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, ചേച്ചി കാരണമാണ് ഞാനിവിടെ വന്നത്, ഇപ്പം എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, എലിജിബിലിറ്റി ഇല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഞാനും പ്രാർത്ഥിച്ചു, അമ്മയെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞാനാണ്, അവളുടെ വിഷയത്തിൽ അമ്മ ഇടപെടണമെന്നൊക്കെ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ അവളോട് എമർജൻസി ആയിട്ട് ഞാൻ അവളോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്നൊരു ഉടമ്പടി എടുക്ക്, ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റഡ്. അതുപോലെ തന്നെ 7 ദിവസം കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7 ആ 7 ദിവസവും നീ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കും നന്നായിട്ട്, വിശ്വാസ പ്രമാണം ചൊല്ലി ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആദ്യം അവൾ എന്നെ കുറേ വഴുക്കൊക്കെ പറഞ്ഞു, ചേച്ചിക്ക് എന്താണെന്ന് വെച്ചു. അപ്പോൾ നീ പ്രാർത്ഥിക്കുക, ഇതിന് ഉത്തരം കിട്ടും, 7 ദിവസത്തിന് ശേഷം ഇതിന് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു. എനിക്കപ്പോൾ കിട്ടിയൊരു വചനം ലൂക്ക 22:32 നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ നീ പ്രാർത്ഥിക്കുക, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും,
തിരികെ ചെന്ന് നിൻ്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. ഞാൻ അവളോട് വീണ്ടും പറഞ്ഞു, നീ നന്നായി പ്രാർത്ഥിക്കുക. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പ്രാർത്ഥനയിൽ ഒത്തിരിയേറെ മാറ്റം വന്നു. 7ാമത്തെ ദിവസം അത്ഭുതം എന്നോളം അവളുടെ എലിജിബിലിറ്റി സക്സസ്ഫുൾ ആവുകയും അവൾക്ക് നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞാൻ വിശേഷവിധിയായി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ ഈ 15 പേരടങ്ങുന്ന ഒരു കൃപാസന ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ ഗ്രൂപ്പിൽ പല പല ജീവിത ഉള്ളവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ 7 ദിവസം ഫാസ്റ്റിംഗ് എടുക്കും. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലും, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും, അങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കും. അങ്ങനെ ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയമങ്ങളൊക്കെ വെച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതായി കാണുവാൻ സാധിച്ചു. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഞങ്ങൾ ഒത്തിരിയേറെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അനാഥാശ്രമങ്ങളിലേക്കൊക്കെ ഞങ്ങൾ ഫണ്ട് അതിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കാതെ ഞങ്ങൾ ഒരു ദിവസം പോലും ആരും ഡ്യൂട്ടിക്ക് പോകില്ല. കാരണം ആ ആശീർവാദം കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ ഞങ്ങൾ പൂർണ്ണ സുരക്ഷിതരാകൂ എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നന്നായി ആത്മീയ ജീവിതത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനും കൂടുതൽ ജപമാല ചൊല്ലുവാനൊക്കെ സാധിച്ചു. കാരണം വിശുദ്ധ കുർബാനയൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനയിൽ അനുഭവവേദ്യമാകാറുണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ ഉടമ്പടി ജീവിതത്തിൽ കടന്നതോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയമൊക്കെ ഈശോയുടെ പീഡാസഹനമൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകും. ആ സമയത്തൊക്കെ ഒത്തിരിയേറെ ഭാരം എൻ്റെ മനസ്സിലുള്ളതുപോലെ എനിക്ക് തോന്നും. ഇത്ര നാളുമില്ലാത്തൊരു ജീവിതത്തിനൊരു മാറ്റം വന്നതുപോലെ ഈ ഉടമ്പടിയിൽ നിത്യതയോടുകൂടെ ഈശോയുടെ കൂടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തട്ടെ. എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും. അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ 1000 നന്ദി പറയുകയാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന്. എൻ്റെ പേര് ജിസ്ന, ഇതെൻ്റെ ഹസ്ബൻഡ് ജോസഫ്, അമ്മ റാണി, ഇത് ഞങ്ങളുടെ മകള് എസ്ര ജോസഫ്. ഞങ്ങൾ വരുന്നത് ചൊവ്വര ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 ഡിസംബർ 28-ാം തീയതിയാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ BSc MLT വിദ്യാർത്ഥിനിയാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പഠന മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ കയറിയ സമയത്തായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. പരീക്ഷകളിലെല്ലാം നമുക്ക് എത്ര പഠിച്ചാലും എനിക്ക് എഴുതി എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ടൈമിൽ. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നെ ഓരോ പരീക്ഷകളിലും മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് എന്നെ എക്സാമിലെല്ലാം കൈപിടിച്ച് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ പരീക്ഷകളും പിന്നീട് പേടി കൂടാതെ എനിക്ക് എഴുതിയെടുക്കാനും എല്ലാ പേപ്പറുകളും ക്ലിയർ ചെയ്യാനും എനിക്ക് സാധിച്ചു. പിന്നീട് 2023 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. 2023 ഞാൻ ഉടമ്പടി പുതുക്കിയത്. ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ച് നിയോഗമായിരുന്നു ഒരു കുഞ്ഞ്. എനിക്ക് PCOD ഉള്ളതിനാലാണ് ഞാൻ ആ നിയോഗം ആദ്യമേ എഴുതിയത്. 2018 PCOD ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. പീരീഡ്സ് ഇറഗുലറായ സമയത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ടാണ് വിവാഹത്തിന് ശേഷം ഞാൻ പുതുക്കിയപ്പോൾ ആദ്യം ആ നിയോഗം വെച്ചത്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയ കാലത്ത് ആദ്യത്തെ 1 വർഷക്കാലം എനിക്ക് ഏകദേശം 1 വർഷക്കാലം തന്നെ എനിക്ക് പീരീഡ്സ് റെഗുലറായിരുന്നു. എൻ്റെ ആഗ്രഹം എനിക്ക് മരുന്ന് കഴിക്കാതെ തന്നെ പീരീഡ്സ് റെഗുലർ ആകണമെന്നുള്ളതായിരുന്നു. എന്നിട്ട് കൺസീവ് ആയാൽ മതി എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ അവിശ്വാസിയായി പോവുമല്ലോ. അങ്ങനെ മാതാവിന് കൊടുത്ത വാക്ക് മറന്നിട്ട് മെഡിസിൻ എടുത്ത് ഞാൻ പീരീഡ്സിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ മാതാവ് മറന്നിട്ടില്ല, ഞാൻ മറന്നത്. അതുകൊണ്ട് തന്നെ മരുന്ന് ഞാൻ എടുത്തപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ബ്രസ്റ്റിലൊരു ഫൈബ്രോയിഡ് കാണിച്ചു തന്നു. പിന്നീട് അതിൻ്റെ ചികിത്സയ്ക്കായിട്ട് 1 മാസക്കാലം ഞാൻ കുറേ വേദന അനുഭവിച്ചിട്ടുണ്ട്. അതിലൊരു കുഴപ്പവും വരാതെ ഞാൻ കാത്തോളണമെന്ന് ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചൈനയിലാണ് സെറ്റിലായിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ അവിടെ വെച്ച് തന്നെയായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. മാതാവിന് കൊടുത്ത വാക്ക് മറന്നതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിനുശേഷം നമുക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ. അങ്ങനെ അത് ഫൈബ്രോയിഡ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് നമുക്ക് റിമൂവ് ചെയ്താലാണ് അടുത്ത സ്റ്റഡിക്ക് വിടുമ്പോഴാണ് എന്താണെന്നുള്ളത് പറയുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ മാതാവിൻ്റെ
അനുഗ്രഹത്താൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയും എന്നെ മാതാവ് കൈവിട്ടിട്ടില്ലായിരുന്നു. പിന്നീട് 2 മാസത്തിന് ശേഷം ഞാൻ പിന്നെ മരുന്നുകളൊന്നും എടുത്തിട്ടില്ല. മരുന്ന് എടുക്കുമ്പോൾ എനിക്ക് സ്പോട്ടിങ് കാണിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പീരീഡ്സ് പ്രോപ്പർ അല്ലായിരുന്നു. എന്നിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവ് എന്നെ തോന്നിപ്പിച്ചത് എക്സസൈസൊക്കെ ചെയ്താൽ പോലും PCOD കൺട്രോൾ ചെയ്യാന്നുള്ളത്. അത്രയും നാൾ നമ്മളിങ്ങനെ കേൾക്കുമെങ്കിലും അത്ര കാര്യമാക്കിയിരുന്നില്ല. എനിക്ക് മരുന്ന് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും പിന്നീട് ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അത് അങ്ങനെ ശ്രമിച്ച് നോക്കുന്നുള്ളത്. അങ്ങനെ ഞാനൊരു ഡയറ്റ് എടുത്ത് അങ്ങനെ മാതാവിൻ്റെ കരം പിടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇതിലെന്നെ കൈവിടരുതെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെ 1 മാസം ആയുള്ളൂ. ആ 1 മാസത്തിന് ശേഷം തന്നെ എൻ്റെ പീരീഡ്സ് റെഗുലറായി 4ാമത്തെ മാസമാണ് ഞാൻ കൺസീവ് ആവുന്നത്. അങ്ങനെ കൺസീവായി 9 മാസക്കാലം എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. എൻ്റെ ഡെലിവറി ടൈം വരെ എനിക്ക് ഒരു കുഴപ്പമില്ല. അതിന് ശേഷവും ഒരു കുഴപ്പമില്ലായിരുന്നു. ഓരോ ദിവസവും അമ്മയുടെ കരം പിടിച്ച് നടത്തിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ 2025 ഫെബ്രുവരി 1-ാം തീയതിയാണ് ഞാൻ കൺസീവ് ആണെന്ന് അറിയുന്നത്. 2025 സെപ്റ്റംബർ 30-നാണ് ഞങ്ങൾക്ക് ഈ മകളെ നൽകി അനുഗ്രഹിച്ചത്. അമ്മ മാതാവ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് വിശ്വസിക്കുക തന്നെ ചെയ്യുകയാണിതിൽ. കാരണം ഞാൻ മറന്ന പല കാര്യങ്ങളും അമ്മ മാതാവ് എന്നെ ഇതിലൂടെ ഓർമ്മിപ്പിച്ച് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ നിറവേറ്റാതെ വന്നപ്പോഴും അമ്മ എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ള എൻ്റെ അടയാളമാണ് ഈ കുഞ്ഞിനെ എനിക്ക് നൽകിയത്. എൻ്റെ പേര് റാണി സേവ്യർ. ഞാൻ 2022 ഡിസംബർ 26-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി വെച്ച 6 നിയോഗങ്ങൾ 6ഉം എനിക്ക് സാധിച്ചു തന്നു. അതിൽ 1-ാമത്തെ നിയോഗമായിരുന്നു മകൻ്റെ വിവാഹം. മകൻ ചൈനയിലാണ് വർക്ക് ചെയ്യുന്നത്. വർഷത്തിൽ 10 ലീവാണ് മകന് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ 10 ദിവസം കൊണ്ട് നാട്ടിൽ വന്ന് വിവാഹം നടത്താനുള്ള സാഹചര്യമില്ല. അപ്പോൾ വയസ്സ് 31 ഇവർ തമ്മിൽ പരിചയം ഞങ്ങൾ വീട്ടുകാർ കൂടി തീരുമാനിച്ച കല്യാണമാണ്. ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് ഇവൻ നാട്ടിൽ ലീവിന് വരാതെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ എൻ്റെ മനസ്സ് പറയും ആ കൊച്ചിൻ്റെ കാർന്നോമാർക്ക് വിഷമം ഉണ്ടാവും, ഈ കല്യാണം നീണ്ടു പോകുമ്പോൾ. അപ്പോൾ എത്രയും വേഗം ഈ കല്യാണം നടത്തണം എന്നുള്ളൊരൊറ്റ പ്രാർത്ഥനയും ഇതൊക്കെയായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക, അവന് ഇവിടെ വന്ന് വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ ജോലി രാജിവെക്കണം, ആ ജോലി വേണ്ടാന്ന് വെച്ച് നാട്ടിൽ വന്ന് സെറ്റിലാവണം, അതല്ലെങ്കിൽ തൽക്കാലം ഇതേപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് എൻ്റെ അടുക്ക പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ മാതാവ് നിൻ്റെ കല്യാണം നടത്തി തരും, നീ ലീവിന് അപേക്ഷിച്ചോ. അങ്ങനെ പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നതിന് മുൻപായി തന്നെ അവൻ്റെ വിവാഹം നടന്നു. ഡിസംബർ 26-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അടുത്ത ഏപ്രിൽ മാസത്തിൽ അവൻ്റെ കല്യാണം നടന്നു. അതിനുശേഷം പിന്നെയും ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ ഓരോരോ നിയോഗം വയ്ക്കാറുണ്ട്. ആ നിയോഗത്തിൽ പല കാര്യങ്ങളും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കാരെയും കൂടെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിവിടെ പറയുന്നില്ല. പിന്നെ അടുത്ത നിയോഗമായിരുന്നു മകൾ ഇവിടെ ലിസിയിലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവൻ ചൈനയിലും. അപ്പോൾ എനിക്ക് ഇവരൊരുമിച്ച് ജീവിക്കണം, രണ്ടുപേരും 2 ദിശയിലായിട്ട് നിൽക്കുന്നത് ശരിയല്ല, ഇവരൊരുമിച്ച് ഇവരുടെ കുടുംബജീവിതം നയിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനിവിടെ വന്ന് ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് വന്നാണ് ഉടമ്പടി പുതുക്കിയത്. ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ആ നിയോഗം വെച്ചു, ഇവരൊരുമിച്ച് സെറ്റിലാവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു. അതുപോലെ തന്നെ ആ അവസരത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു. ഇത്രയും കാര്യം മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അതിന് ഈശോയ്ക്കും ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ എല്ലാ മാസവും സാധിക്കുന്നത് എല്ലാ മാസവും വരാറുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ എല്ലാ മാസവും വരാറുണ്ട്. അഥവാ എനിക്ക് വരാൻ സാധിക്കാത്ത മാസങ്ങളിൽ ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ പൈസ കൊടുത്തു വിട്ട് ഞാനിവിടുന്ന് പത്രം മേടിച്ച് ഞാൻ അവിടെ വിതരണം ചെയ്യും. പിന്നെ യൂട്യൂബിൽ 5:30 പ്രാർത്ഥന ഞാൻ 4:30 ആകുമ്പോഴേക്ക് എഴുന്നേറ്റ് എല്ലാവർക്കും ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടും. അതുപോലെ തന്നെ
അഞ്ചരയുടെ പ്രാർത്ഥന. വീട്ടിൽ ഞാനും ഭർത്താവേ ഉള്ളൂ, മക്കൾ സ്ഥലത്തില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും പ്രാർത്ഥന ചെല്ലണേ. എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ ആ പ്രാർത്ഥന ചെല്ലും. അതുപോലെ ചൊവ്വാഴ്ചത്തെ ആരാധന, അച്ഛൻ്റെ ആരാധനയിൽ ഇവിടെ വരുന്ന ദിവസമാണ്, ഞായറാഴ്ചയാണ് ഞങ്ങൾ വരാറ്. അങ്ങനെയാണെങ്കിൽ ലൈവ് കൂടും. അതല്ലാത്ത ദിവസം ഞങ്ങൾ യൂട്യൂബിൽ കണ്ട് ഷെയർ ചെയ്യും. ആരാധന തുടങ്ങുമ്പോഴത്തേക്ക് ഇത് യൂട്യൂബിലിടുമ്പോഴത്തേക്ക് തന്നെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. ആരാധന തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരിലേക്കും ഞാനത് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ കാരുണ്യപ്രവർത്തികൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവർ ഞങ്ങൾക്ക് എല്ലാ മാസവും പൈസ, മക്കളുടെ ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവർ തരുന്ന പൈസയിൽ ഞങ്ങൾ കുടുംബത്തിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതോടൊപ്പം എനിക്ക് അറിയാവുന്ന വീടുകളിലേക്ക് ഞങ്ങൾക്ക് മേടിക്കുന്ന അത്രയും എല്ലാ സാധനങ്ങളും എത്തിച്ചില്ലെങ്കിലും ഒരു പരിധി വരെയുള്ള അരി സാധനങ്ങളൊക്കെ ഞാൻ എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ മരുന്ന് മേടിക്കാനായിട്ടും സാമ്പത്തികമായിട്ട് സ്കൂൾ തുറക്കുന്ന സാഹചര്യങ്ങളിൽ പിന്നെ ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോയി ഭക്ഷണം കൊടുക്കാൻ പോകും. കുറച്ച് നാൾ പൊതിയോറ് കെട്ടി കൊണ്ടുവന്ന് കൊടുക്കാൻ വരുമായിരുന്നു. പിന്നെ എനിക്കത്രയും വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് വണ്ടിയൊക്കെ വിളിച്ചിട്ട് വണ്ടിക്കാരനെ കിട്ടണം, അവർ നമ്മുടെ ഇഷ്ടത്തിന് നടക്കില്ല. അന്നാളിൽ എനിക്ക് കാലുവേദനയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തിയിട്ട് പിന്നെ ഞങ്ങൾ അനാഥാലയത്തിൽ കൊടുക്കാൻ തുടങ്ങിയത്. അതുപോലെ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ അടുത്തുള്ള വീടുകളിലാണെങ്കിലും ആർക്ക് എന്ത് ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞാലും, ഒരു സുഖമില്ലാത്ത കിടപ്പ് രോഗിയാണെന്ന് അറിഞ്ഞാൽ ഞാൻ അവിടെ ഓടിച്ചെല്ലും. അതുപോലെ അവർക്ക് വസ്ത്രങ്ങൾ കഴുകി കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പുഴയുണ്ട്, ഞാൻ അവിടെ കൊണ്ടുപോയി കഴുകി എല്ലാം ചെയ്തു കൊടുക്കും. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എന്നിലാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കും. ഇനി സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ എത്ര വേണം, എങ്ങനെ കൊടുക്കണം എന്ന് മോനോട് പറഞ്ഞാൽ മതി, മോൻ അയച്ചു തരും. ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമുണ്ട്, സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ, ഒത്തിരി ധനവാന്മാരല്ലെങ്കിലും ഞങ്ങൾ അത്ര ഇതായിട്ടുള്ളവരൊന്നുമല്ല, മക്കളുടെ ഇതുകൊണ്ട് തന്നെയാണ് ജീവിക്കണത്. എന്നിരുന്നാലും മോനോട് പറഞ്ഞാൽ എത്ര വേണമെന്ന് ചോദിക്കുള്ളൂ, അത് ആർക്കായാലും മോൻ അയച്ചു തരും. അങ്ങനെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നു. ഇത്രയും കൃപ ഞങ്ങൾക്ക്. ബൈബിൾ വായന, അത് സമയമൊന്നും നോക്കി ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കാറില്ല. ഇത്ര സമയം എന്നില്ല. ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ അരമണിക്കൂർ വായിക്കും, ചിലപ്പോൾ എത്രയോ പേജുകൾ അങ്ങനെ ഇരുന്ന് വായിക്കും. അത് സമയം അങ്ങനെ നോക്കിയുള്ള വായനയൊന്നുമില്ല. അങ്ങനെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടാണെങ്കിലും. പിന്നെ എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 5:30 ഇവിടെ പള്ളിയിൽ, ഞങ്ങളുടെ തൊട്ടടുത്ത പള്ളി ഇവിടുത്തെ 5:30 ഡെയിലി ബ്രെഡ് കഴിഞ്ഞാൽ പള്ളിയിൽ പോവും. അവിടെ ചെന്ന് അരമണിക്കൂർ മുട്ടുമ്പോൾ നിന്ന് കൊന്തയില്ലതിന് ശേഷമാണ്, ദിവ്യബലിക്ക് അച്ഛൻ അൾത്താരയിൽ വന്നതിന് ശേഷമാണ് ഞാൻ മുട്ടുമെന്ന് എഴുന്നേക്കുള്ളൂ. അത് ഒരുപാട് അനുഗ്രഹം എനിക്ക് എൻ്റെ പ്രാർത്ഥനകളുടെ ദൈവം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 കോടി നന്ദി പറയുന്നു.